ഹായ് വെൽക്കം ടു സ്പോർട്ടിക്സ്. ഇറ്റ്സ് മീ അബ്ദുള്ള അനസ്. ഇന്ന് നമ്മുടെ പരിചയപ്പെടാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസീവ് ഡിസൈൻ. എന്താണ് ഈ റെസ്പോൺസീവ് ഡിസൈൻ? ഇത് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനിലോ ഒരു വെബ്സൈറ്റിലോ ഇതിലൊക്കെ യൂസ് ചെയ്യാൻ എന്താണ് അഡ്വാൻറ്റേജ്? ഇത് യൂസ് കൊണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് റെസ്പോൺസീവ് അല്ലാണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് അത് ബാധിക്കാം? നമുക്ക് കുറച്ച് ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ട് ഓരോ പേർക്ക്. ആ ഒരു ഡൗട്ട്സിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന സിസ്റ്റം, ഒരു ലാപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, അതിന് ഓരോന്നിനും റെസൊല്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ആ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങളൊരു എലമെന്റ് പൊസിഷൻ ചെയ്യണതൊക്കെ നിങ്ങൾ ആ ഒരു ലാപ്പിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. മറിച്ച് നിങ്ങൾ ആ ഒരു പൊസിഷനിൽ മാറ്റി വേറെ സിസ്റ്റത്തിൽ ആ സെയിം വെബ് പേജ് നിങ്ങൾ ഡിസൈൻ ചെയ്തതിനു ശേഷം റെസ്പോൺസീവ് ആക്കാണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ഡിഫറൻസ് ചെറുതായി ഫീൽ ചെയ്യാൻ തുടങ്ങും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സാധനം ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ ആ എലമെന്റ്സ് അല്ലെങ്കിൽ ആ ഒരു ഇതിന് എന്തെങ്കിലും പൊസിഷനിങ് മാറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ വന്നിട്ടുണ്ടാവില്ല വേറെ ഡിവൈസിൽ. അങ്ങനത്തെ കുറെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഇഷ്യൂസിനെ തന്നെയാണ് റെസ്പോൺസീവ്നെസിന്റെ ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റെസ്പോൺസീവ്നെസ് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതെങ്ങനെ ഇതാക്കാം എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ CSS തന്നെയാണ്. CSS മീഡിയ ക്വറീസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഫ്ലെക്സ് ബോക്സ്, അങ്ങനെ പല മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ CSS വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിന്റെ കൂടുതൽ റെസ്പോൺസീവ്നെസ് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു HTML വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. HTML സ്ട്രക്ചറിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ തന്നെ അതിലൊരു എലമെന്റ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു എലമെന്റ് പർട്ടിക്കുലർ പൊസിഷനിൽ കാണിക്കാണ്ടിരിക്കാം. അങ്ങനത്തെ രീതിയിലൊക്കെ നിങ്ങൾക്ക് റെസ്പോൺസീവ്നെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഫേസ്ബുക്ക് വെബ്സൈറ്റിൽ തുറക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു വേറെ വ്യൂ ആയിരിക്കാം. മറിച്ച് നിങ്ങളൊരു മൊബൈലിൽ വ്യൂ ചെയ്യുമ്പോൾ അത് വേറൊരു രീതിയിലായിരിക്കും അവർ വ്യൂ ചെയ്യുക. അപ്പൊ ഇതെല്ലാം ഒറ്റ സോഴ്സിലേക്ക് തന്നെയാണ് കണക്ട് ചെയ്യുന്നത്, പക്ഷെ അവരത് റെസ്പോൺസീവ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഫേസ്ബുക്കിന്റെ കേസ് മാത്രമല്ല ഞാൻ പറയുന്നത്, വേറെ വെബ്സൈറ്റുകളും എല്ലാ വെബ്സൈറ്റിലും അവർ മോസ്റ്റ്ലി റെസ്പോൺസീവ്നെസ് ഹാൻഡിൽ ചെയ്യും. കാരണം വെച്ചാൽ നിങ്ങളൊരു മൊബൈലിൽ ഓപ്പൺ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൽ ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ കണ്ടന്റ് പ്രോപ്പറായി വന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു യൂസേഴ്സിന് ഭയങ്കര ഇറിറ്റേഷൻ വരാനോ എല്ലാ ചാൻസുകളും കൂടും. അപ്പൊ ആ ഒരു പോർഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ റെസ്പോൺസീവ്നെസ് ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങളൊരു വെബ്സൈറ്റ് റെസ്പോൺസീവ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് അത്രത്തോളം സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിനാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പോ ഇതാണ് ഒരു റെസ്പോൺസീവ്നെസിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. പിന്നെ നിങ്ങൾക്ക് റെസ്പോൺസീവ്നെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം അതിനെ കുറിച്ചിട്ട് കൂടുതൽ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പൊ ഇവർക്ക് ഈ വീഡിയോ മനസ്സിലായിരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളെ കമ്മ്യൂണിറ്റിയിൽ വന്ന് ചോദിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീഡിയോയുടെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവർക്ക് വീഡിയോ മനസ്സിലായിരിക്കുന്നു.